കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഇട്ടില്ലായിരുന്നു ഇൻസ്റ്റയില്. കാൻഡിഡ് ഫോട്ടോഗ്രാഫറേയും സേഫ് ഫോട്ടോഗ്രാഫറേ അല്ലേ? വേണമെന്ന് ആവശ്യം. അത് ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ്. അതെ. അതിനകത്തൊന്ന് കുറച്ച് പേരുടെ CV ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊന്ന് കുറച്ച് പേരെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ മാത്രമോ? അതെ. ഫോട്ടോഗ്രാഫറാ? അതെ, ഫോട്ടോഗ്രാഫർ. 12 ഇയർ എക്സ്പീരിയൻസ് വരുന്നു. 12 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ. അപ്പോൾ ആ ആളിനെ ഉറപ്പായിട്ടും ഒരു ഫംഗ്ഷൻ ഫോട്ടോഗ്രാഫറായിട്ട് തന്നെ ബുക്ക് ചെയ്തു. കാരണം വെച്ചാൽ ഈ ഫംഗ്ഷൻ എടുക്കണമെന്ന് വെച്ചാൽ ഫംഗ്ഷനെ കുറിച്ച് നല്ല ധാരണ വേണം. അറിയാമല്ലോ, നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന അല്ലെ കല്യാണം എടുക്കുന്ന പല കമ്മ്യൂണിറ്റിയാണ്, അല്ലെ പല മതങ്ങളുടെയാണ്. അപ്പോൾ ഈ എല്ലാ കമ്മ്യൂണിറ്റിയിലെയും എല്ലാ മതങ്ങളുടെയും ചടങ്ങിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ ഫംഗ്ഷനായിട്ട് എടുക്കാൻ പറ്റൂ, നല്ലൊരു ഫംഗ്ഷൻ ഫോട്ടോഗ്രാഫറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സേഫ് ആയിരിക്കും. രാവിലെ വിട്ട വൈകുന്നേരം വരെ അവൻ നിന്ന് പണിയെടുത്തോളൂ. കാൻഡിഡ് ഫോട്ടോഗ്രാഫറുടെ അവസ്ഥ എന്ത് ചെയ്യും? അങ്ങനെ ആരും വന്നില്ലേ? അങ്ങനെ ആരും വന്നിട്ടില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെയാണ് കൂടുതലും വന്നേക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവര്? അതെ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ കാൻഡിഡ് ഫോട്ടോഗ്രാഫർ ആക്കാം. അതെങ്ങനെ പറ്റും? അതല്ലേ ഈ കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാലേ, പണി അറിയാത്ത ഒരാൾക്ക് ഒരു ക്യാമറയും കൊടുത്തു വിട്ടാൽ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലുമൊക്കെ തള്ളിക്കൂടി എടുത്തുകൊണ്ട് വരും. കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണും, കുറച്ച് ബ്ലർ ചെയ്ത സാധനങ്ങൾ കാണും, പിന്നെ കുറച്ച് വൈഡ് പടങ്ങൾ കാണും, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണും. പ്രത്യേകിച്ച് ക്യാൻഡിഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പണി പഠിക്കണമെന്നില്ല. പണി അറിയാത്ത ഒരാളുടെ ഒരു ക്യാമറ മേടിച്ച് കൊടുത്താൽ അവന് എന്ത് ചെയ്യും? അവൻ കുറേ പടങ്ങൾ എടുത്ത് വരത്തില്ലേ? അങ്ങനെയുള്ള 2 പേരെ അങ്ങ് ബുക്ക് ചെയ്തേക്ക്, ഒരു വിഷയമില്ല.